ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും ബി.ജെ.പിയിലും അതൃപ്തി പുകയുകയാണ്. എ ക്ലാസ് മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകിയതിൽ മുതിർന്ന നേതാക്കൾക്ക് അമർഷമുണ്ട്. ബി ഗോപാലകൃഷ്ണൻ ഒരുക്കങ്ങൾ നടത്തിയ കൊടുങ്ങല്ലൂരും എ ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തുറയും 2020 നൽകുകയാണ്. കുമ്മനം രാജശേഖരൻ, എം.ടി. രമേശ്, പി.എസ്. ശ്രീധരൻപിള്ള എന്നീ പ്രധാനപ്പെട്ട നേതാക്കളെ തഴഞ്ഞതിൽ പരാതിയുമുണ്ട്. തിരുവനന്തപുരം സെൻട്രലിൽ കുമ്മനത്തെ പരിഗണിച്ചേക്കും. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. അതേസമയം ആർക്കും അതൃപ്തിയില്ല എന്നും പ്രചാരണത്തിൽ സജീവമാകുമെന്നും എം.ടി. രമേശ് പ്രതികരിച്ചു. ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെയും പ്രചരണത്തിന്റെയും ചുമതലയാണ് പാർട്ടി എനിക്ക് നൽകിയിട്ടുള്ളത്. അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. തർക്കങ്ങളൊന്നുമില്ല. ചില മണ്ഡലങ്ങളിൽ വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ സാധിച്ചതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ചില മണ്ഡലങ്ങൾക്ക് ഞങ്ങൾക്ക് മറ്റുള്ള സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതനുസരിച്ച് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചില നീക്കുപോക്കലുകൾ നടത്തേണ്ടി വരും. അപ്പോൾ അതുകൂടി UDF കൂടി പ്രഖ്യാപിക്കട്ടെ എന്ന് കാത്തിരിക്കുകയാണ് ചില മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ധാരാളം ആളുകൾ മത്സരിക്കണം, സ്ഥാനാർത്ഥികളാകണമെന്ന് ആഗ്രഹമുണ്ടാകും. ഒരു മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. ആ അസ്വസ്ഥതയായിട്ട് മാത്രമേ ഞാൻ ഈ പ്രസ്താവനകളൊക്കെ കാണുന്നുള്ളൂ. വി.എസ്. രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ചെറിയ അസ്വസ്ഥതയല്ലോ. ബി.ജെ.പി എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഇപ്പോൾ 2020 നൽകിയിരിക്കുന്നത്. 2020 ആകട്ടെ ഇത് നിരത്തി സെലിബ്രിറ്റികൾക്ക് നൽകിയിരിക്കുകയാണ് സീറ്റുകൾ. അപ്പോൾ അതിനെ എങ്ങനെയാണ് ബി.ജെ.പിക്ക് അകത്ത് ചർച്ചയായി വരുന്നത് രഞ്ജിത്ത്? സ്മൃതി, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മുതിർന്ന നേതാക്കന്മാരെ ആരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 2020 അല്ലെങ്കിൽ BDJS പോലുള്ള ഘടകകക്ഷികളുമായി ചർച്ച ചെയ്യുമ്പോൾ അതിൽ മുതിർന്ന നേതാക്കന്മാർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ അല്ലെങ്കിൽ NDAയുടെ ഭാരവാഹികളായിട്ടുള്ളവർ ഒക്കെ പങ്കെടുക്കുകയും പാർട്ടി കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത്തവണ പക്ഷേ എത്ര സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കൊടുക്കണം എന്ന കാര്യത്തിൽ പോലും ഒരു ചർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. BDJSന് അധിക സീറ്റ് കൊടുക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ BDJSലും സീറ്റ് തിരിച്ചു പിടിച്ച് അവിടെ BJP മത്സരിച്ച് പ്രകടനം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇത്തവണ 24 സീറ്റുകളിൽ BDJSന് കൊടുക്കുന്നു. അതിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എന്ന് പോലും പാർട്ടി പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. 2020 പുതിയൊരു ഘടകകക്ഷിയാണ്. അവർക്കും ആവശ്യത്തിന് സീറ്റുകൾ കൊടുക്കുന്നു. എന്നാൽ ആ സീറ്റുകൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കാൻ വേണ്ടി ഒരുങ്ങി നിന്നതായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ സീറ്റ് കഴിഞ്ഞ തവണ BDJSൽ നിന്ന് പിടിച്ചെടുത്ത് BJP മത്സരിച്ച് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അവിടുത്തെ മുനിസിപ്പാലിറ്റി പോലും BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. അത്രയും BJP സ്വാധീനമുള്ളൊരു സ്ഥലം. അവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഇപ്പോൾ മത്സരിക്കുന്നു. അതും 2020 വേണ്ടി മത്സരിക്കുന്നു. അത് ബി ഗോപാലകൃഷ്ണൻ അവിടെ പ്രവർത്തനം തുടങ്ങിയ സ്ഥലമായിരുന്നു. അതിൽ അവിടെ വലിയ നേതാക്കന്മാർക്ക് അതൃപ്തിയുണ്ട്. തൃപ്പൂണിത്തറ BJP വലിയ മുന്നേറ്റം നടത്തുന്ന മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി അത് 2020 കൊടുക്കുന്നു. ഒരു സിനിമാ താരത്തെ കളത്തിറക്കുന്നു. അവിടുത്തെ BJP പ്രവർത്തകരുടെ വികാരം മാനിക്കപ്പെടുന്നില്ല. ഇതിൽ വലിയ അമർഷം BJPക്ക് അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, പ്രധാനപ്പെട്ട നേതാക്കന്മാർ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ, അദ്ദേഹം ആറന്മുളയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഏതെങ്കിലും സീറ്റ് നൽകി അദ്ദേഹം മത്സരിക്കുമായിരുന്നു. അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇപ്പോൾ ആറന്മുളയും ഘടകകക്ഷികൾക്ക് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. എം.ടി. രമേശ് അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കുമെന്ന് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തു. ബി ഗോപാലകൃഷ്ണൻ, ജേക്കബ് തോമസ് അദ്ദേഹത്തിന് തൃശ്ശൂർ കൊടുക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. ഇനിയിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ പോലുള്ള പ്രധാനപ്പെട്ട സീറ്റാണ് ബാക്കിയുള്ളത്. ആ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്ന ആർക്കു വേണ്ടിയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സ് തുറന്നിട്ടില്ല. അവിടെ ഒരു പക്ഷേ കുമ്മനത്തെ പരിഗണിച്ചേക്കാം, ജേക്കബ് തോമസിനെ പരിഗണിച്ചേക്കാം. നേരത്തെ ഉയർന്ന വീട്ടിൽ കരമന ജയന്റെ പേരാണ്, അവരെ പരിഗണിച്ചേക്കാം. ഇനി വല്ല സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളും വരുമോ എന്നുള്ളത് അറിയില്ല. മറ്റൊരു സീറ്റ് ഒഴിച്ചിട്ടത് ആറന്മുളയാണ്. ആ സീറ്റും എ ക്ലാസ് മണ്ഡലമാണ്. അതും ഘടകകക്ഷിക്ക് കൊടുക്കുമെന്നാണ് അറിയുന്നത്. ഇത്തരം സീറ്റുകൾ മുഴുവൻ ഘടകകക്ഷികൾക്ക് കൊടുത്ത് BJPയുടെ വോട്ട് വിഹിതം കുറയുമോ എന്ന ആശങ്ക പോലും BJP നേതാക്കന്മാർക്കിടയിൽ ഇപ്പോഴുണ്ട്. ശരി, വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.